നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി പോക്കോയുടെ പോക്കോ X2 വെച്ച് രണ്ട് കമ്പാരിസൺസ് കണ്ടതാണ്. ഒന്നാണ് പോക്കോ X2 വേഴ്സസ് റിയൽമി X2, അടുത്താണ് പോക്കോ X2 വേഴ്സസ് റെഡ്മി നോട്ട് 8 Pro. ആ രണ്ട് വീഡിയോസും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല നല്ല കോമന്റ്സ് ആണ് എനിക്ക് ആ രണ്ട് വീഡിയോസിലും കിട്ടിയത്. പക്ഷേ രണ്ട് വീഡിയോസ് പിന്നെ എൻ്റെ മറ്റേ വീഡിയോസിന്റെ താഴെ നിരന്തരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പോക്കോ F1 ഇപ്പം വാങ്ങണോ? ഇതാ ഇപ്പോൾ പോക്കോന്റെ ലേറ്റസ്റ്റ് പോക്കോ X2 ഇറങ്ങിയതോടെ നമ്മളെല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം പോക്കോ F1 വാങ്ങണോ? വാങ്ങിയിട്ട് വലിയ കാര്യമുണ്ട്. കാരണം പോക്കോ F1 ഇറങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2018 ഓഗസ്റ്റിൽ ഇറങ്ങിയ ഫോണാണ്. സോ ഇപ്പോൾ വാങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മൾ എല്ലാവരുടെ മനസ്സിൽ. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പോക്കോ X2 പോക്കോ F1 തമ്മിലുള്ള ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വാങ്ങിക്കേണ്ടത് പോക്കോ X2 ആണോ അതോ പോക്കോ F1 ആണോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. എല്ലാം തവണത്തെ പോലെ തന്നെ ഫസ്റ്റ് കമ്പാരിസൺ പോയിന്റ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ. പോക്കോ X2 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്, IPS LCD ഡിസ്പ്ലേ വിത്ത് ഫുൾ HD+ റെസൊല്യൂഷൻ. അതേസമയത്ത് പോക്കോ F1 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 6.18 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്, അതും IPS LCD ആണ് വിത്ത് ഫുൾ HD+ റെസൊല്യൂഷൻ. പോക്കോ X2 ഡിസ്പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് Gorilla Glass 5 വെച്ചാണ്. അതേസമയത്ത് പോക്കോ F1 ഡിസ്പ്ലേ ആണ് Gorilla Glass 3. പിന്നെ റിഫ്രഷ് റേറ്റ് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പോക്കോ X2 നമുക്ക് കിട്ടുന്നത് 120 ഹെർട്സിന്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് 60 ചെയ്യാം അല്ലെങ്കിൽ 120 ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതേ സമയത്ത് നമുക്ക് പോക്കോ F1 കിട്ടുന്നത് 60 ഹെർട്സ് മാത്രമാണ്. പോക്കോ X2 നിങ്ങൾക്ക് HDR10 സപ്പോർട്ട് ഉണ്ട്, HDR വീഡിയോസ് കാണാൻ പറ്റും. അതേ സമയത്ത് പോക്കോ F1 ആ സപ്പോർട്ട് ഇല്ല. പോക്കോ F1 നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും, പക്ഷേ നോർമൽ വീഡിയോസും HDR വീഡിയോസ് തമ്മിലുള്ള വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പോക്കോ X2 പിക്സൽ ഡെൻസിറ്റി ആണ് 386 ppi, അതേസമയത്ത് പോക്കോ F1 പിക്സൽ ഡെൻസിറ്റി ആണ് 403 ppi. നോച്ചും ക്യാമറ നോക്കിയാൽ പോക്കോ X2 നിങ്ങൾക്ക് നോച്ച് കിട്ടില്ല. കിട്ടാൻ പോകുന്നത് ഡുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. ഒരു പിൽ ഷേപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ. ആ പിൽ ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ക്യാമറേസ് ആണ്. അതിൻ്റെ നടുക്കുള്ള ഒരു റീജിയൻ ഉണ്ടല്ലോ അത് അവർ ബ്ലാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതേ സമയത്ത് പോക്കോ F1 നിങ്ങൾക്ക് വലിയൊരു നോച്ച് കാണാൻ പറ്റുന്നതായിരിക്കും ഡിസ്പ്ലേയിൽ. നമ്മൾ iPhone 10 കണ്ട പോലത്തെ വലിയ നോച്ചാണ്. ആ നോച്ചിലാണ് നമ്മുടെ സെൽഫി ക്യാമറ ഇരിക്കുന്നത്. സോ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ബെറ്റർ ഡിസ്പ്ലേ ആണ് പോക്കോ X2. നെക്സ്റ്റ് കാറ്റഗറിയാണ് പ്രൊസസ്സർ. പോക്കോ X2 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊസസ്സറാണ് ക്വാൾകോമിൻ്റെ ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ 730G പ്രൊസസ്സറാണ്. അതേസമയത്ത് പോക്കോ F1 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ഒക്ടാ കോർ 845 പ്രൊസസ്സറാണ്. രണ്ടും ഒക്ടാ കോർ പ്രൊസസ്സർ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് വരുന്നത് ഈ ഒക്ടാ കോറിൽ എത്ര കോർ പെർഫോമൻസ് കോറാണ്, എത്ര കോർസ് എഫിഷ്യൻസി കോറാണ്. പെർഫോമൻസ് കോറുകൾ യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി വർക്കിന് വേണ്ടിയാണ്, ഫോർ എക്സാമ്പിൾ PUBG കളിക്കാൻ വേണ്ടി. അതേസമയത്ത് എഫിഷ്യൻസി കോറുകൾ നമ്മുടെ ഡേ ടു ഡേ ഫോൺ യൂസേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ പോക്കോ X2 8 കോർസ് ഉണ്ടല്ലോ ഒക്ടാ കോർ, അതിൽ 2 എണ്ണമാണ് പെർഫോമൻസ് കോർ, ബാക്കി 6 എണ്ണം എഫിഷ്യൻസി കോർസ് ആണ്. 2 പെർഫോമൻസ് കോർസ് ആണ് 2.2 GHz കോർട്ടെക്സ് A76 കോർ. അതേസമയത്ത് 6 എഫിഷ്യൻസി കോർസ് ആണ് 1.8 GHz കോർട്ടെക്സ് A55 കോർ. അതേസമയത്ത് പോക്കോ F1 ഒക്ടാ കോർ ഉണ്ടല്ലോ 8 കോർസ്, അതിൽ 4 എണ്ണമാണ് പെർഫോമൻസ് കോർ, ബാക്കി 4 എണ്ണമാണ് എഫിഷ്യൻസി കോർ. 4 പെർഫോമൻസ് കോറുകളാണ് 2.8 GHz കോർട്ടെക്സ് A75. അതേസമയത്ത് 4 എഫിഷ്യൻസി കോർസ് ആണ് 1.8 GHz കോർട്ടെക്സ് A55. പോക്കോ X2 730G പ്രൊസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത് 8 നാനോമീറ്റർ ടെക്നോളജി വെച്ചാണ്. അതേസമയത്ത് പോക്കോ F1 സ്നാപ്ഡ്രാഗന്റെ 845 പ്രൊസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത് 10 നാനോമീറ്റർ ടെക്നോളജി വെച്ചാണ്. ഈ രണ്ട് ഫോണിലുള്ള പ്രൊസസ്സേഴ്സിന്റെ ഗീക്ക് ബെഞ്ച് സ്കോർ ആണ്. പോക്കോ X2 730G സിംഗിൾ കോർ സ്കോർ ആണ് 543, മൾട്ടി കോർ സ്കോർ ആണ് 1723. അതേസമയത്ത് പോക്കോ F1 സ്നാപ്ഡ്രാഗന്റെ 845 സിംഗിൾ കോർ സ്കോർ ആണ് 501, മൾട്ടി കോർ സ്കോർ ആണ് 1987. രണ്ടിന്റെയും പെർഫോമൻസിന് വേണ്ടിയുള്ള കോറുകൾ നോക്കിയാൽ പോക്കോ X2 2 എണ്ണം ഉണ്ട്, പോക്കോ F1 4 എണ്ണം ഉണ്ട്. അതുമാത്രമല്ല ഈ പെർഫോമൻസ് കോറുകളുടെ GHz അതായത് ക്ലോക്ക് സ്പീഡും കൂടുതലാണ് പോക്കോ F1. പോക്കോ F1 വെച്ച് നോക്കുമ്പോൾ പോക്കോ X2 8 നാനോമീറ്റർ ടെക്നോളജിയാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ രണ്ട് ഫോണുകളിലുള്ള പ്രൊസസ്സേഴ്സിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഒന്നും നോക്കാനില്ല, പോക്കോ F1 ആണ് ക്ലിയർ വിന്നർ. അടുത്ത കാറ്റഗറിയാണ് റാം ആൻഡ് സ്റ്റോറേജ്. രണ്ട് ഫോൺസിലും എക്സാക്ട്ലി സെയിം വേരിയൻസ് ആണ്. 6GB 64GB, 6GB 128GB, 8GB 256GB. രണ്ട് ഫോൺസിലും യൂസ് ചെയ്തിരിക്കുന്ന റാമും സ്റ്റോറേജ് എക്സാക്ട്ലി സെയിം ടൈപ്പ് ആണ്. LPDDR4X റാം ആണ്, UFS 2.0 സ്റ്റോറേജുമാണ്. അതുകൊണ്ട് റാമിൻ്റെയും സ്റ്റോറേജിൻ്റെയും കാറ്റഗറിയിൽ രണ്ട് ഫോൺസും ഈക്വൽ ആണ്. അടുത്ത കാറ്റഗറിയാണ് മൈക്രോ SD സ്ലോട്ട്. നമ്മൾ ഇപ്പോൾ സംസാരിച്ച സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മൈക്രോ SD സ്ലോട്ട്. രണ്ടിലും ഹൈബ്രിഡ് മൈക്രോ SD സ്ലോട്ടാണ് രണ്ട് ഫോൺസിലും, പോക്കോ X2 ആയാലും പോക്കോ F1 ആയാലും. അതുകൊണ്ട് രണ്ട് ഫോൺസിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിംസ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് രണ്ട് ഫോൺസും ഈ ഒരു മേഖലയിൽ ഈക്വൽ ആണ്. അടുത്ത കാറ്റഗറിയാണ് GPU. പോക്കോ X2 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന GPU ആണ് Adreno 618 GPU. ഒരു മിഡ് റേഞ്ച് GPU ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എലീറ്റ് ഗെയിമിംഗ് ഫീച്ചർ ആണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഗെയിംസ് കളിക്കുമ്പോൾ നമ്മുടെ ഫോണിന്റെ സോഫ്റ്റ്വെയർ അതിനു വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എലീറ്റ് ഗെയിം ഫീച്ചർ. അതേ സമയത്ത് പോക്കോ F1ലുള്ള GPU കുറച്ചുകൂടെ ഹൈ റേഞ്ച് GPU ആണ്. Adreno 630 GPU ആണ്. പോക്കോ F1ൽ നിങ്ങൾക്ക് ഈ എലീറ്റ് ഗെയിമിംഗ് ഫീച്ചർ കിട്ടുന്നില്ലെങ്കിലും നല്ല പവർഫുൾ ആയ പ്രോസസ്സറും നല്ല അഡ്വാൻസ് GPU ഉള്ളതുകൊണ്ട് ആ ഒരു ഫീച്ചറിന്റെ ആവശ്യം പോക്കോ F1ൽ വരുന്നില്ല. സോ ഈ GPUവിന്റെ കാറ്റഗറിയിലും വിന്നർ ആണ് പോക്കോ F1. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഈ ഫോൺസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS. പോക്കോ X2 നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 10 വിത്ത് MIUI 11 കിട്ടുന്നതായിരിക്കും. അതേ സമയത്ത് പോക്കോ F1ൽ നിങ്ങൾക്ക് ഇപ്പോഴും ആൻഡ്രോയിഡിന്റെ 9 അതായത് ആൻഡ്രോയിഡിന്റെ 5 വെർഷൻ ആണ് വിത്ത് MIUI 11. പിന്നെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് എല്ലാം പോക്കോ F1 യൂസേഴ്സിന് ഒരു നല്ല വാർത്തയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും പോക്കോ F1 ഫോൺസിൽ Android 10 വരാൻ പോവുകയാണ്. അതുകൊണ്ട് രണ്ട് ഫോൺസും ഈ ഒരു മേഖലയിൽ ഈക്വൽ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു വലിയ കാറ്റഗറിയാണ് മെയിൻ ക്യാമറ അല്ലെങ്കിൽ റിയർ ക്യാമറ. പോക്കോ X2ൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 4 ക്യാമറകളാണ്. മെയിൻ ക്യാമറയാണ് 64 മെഗാ പിക്സലിന്റെ സോണി IMX 686 വൈഡ് ക്യാമറയാണ്. അതിന്റെ കൂടെ കിട്ടുന്നതാണ് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിന്റെ മാക്രോ, നാലാമത്തെ ക്യാമറയാണ് 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ. അതേ സമയത്ത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് പോക്കോ F1ന്റെ കൂടെ കിട്ടാൻ പോകുന്നത്. അതിൽ മെയിൻ ക്യാമറയാണ് 12 മെഗാ പിക്സലിന്റെ സോണീസ് എക്സ്മോർ RS സ്റ്റാക്ഡ് CMOS IMX 363 ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറയാണ് 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ. രണ്ട് ഫോൺസിലും ഡ്യുവൽ LED ഫ്ലാഷ് ആണ്. രണ്ട് ഫോണുകളും HDR-ഉം പനോരമ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോക്കോ X2 വെച്ചെടുത്ത ഫോട്ടോസ്, റൈറ്റ് സൈഡിൽ പോക്കോ F1 വെച്ചെടുത്തുള്ള ഫോട്ടോസ് ആണ്. രണ്ടിലും വലിയൊരു ഡിഫറൻസ് ഞാൻ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റും വൈബ്രൻറ്റും കളർഫുൾ ആയ ഫോട്ടോസ് ആണ് എനിക്ക് തോന്നുന്നത് പോക്കോ X2 കിട്ടുന്നത്. പോക്കോ F1 കുറച്ചുകൂടെ സട്ടിലായ ഫോട്ടോസ് ആണ്. അത്രയും ഓവർ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ അത്രയും ബ്രൈറ്റ് ആയ ഫോട്ടോസ് അല്ല. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം പോക്കോ F1ന്റെ ഫോട്ടോസ് ആണ്. ശരിക്കും പറഞ്ഞാൽ പോക്കോ X2 ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഇനി ഒരുപാട് ക്യാമറ അപ്ഡേറ്റ്സും ഫോൺ അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ ഇരിക്കുകയാണ്. സോ അതൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനേക്കാൾ ഒരുപാട് നല്ല ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് പോക്കോ X2 വെച്ച് എടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം സോണിയുടെ IMX 686 അത്രയ്ക്ക് നല്ലൊരു സെൻസറാണ്. സോ 20,000 താഴെയല്ല 25,000 താഴെ വരെ ബെസ്റ്റ് ക്യാമറ ഫോൺ ആകാനുള്ള ഒരു സാധ്യത ഞാൻ പോക്കോ X2ൽ കാണുന്നുണ്ട്. 1.5 വർഷം പഴക്കമുള്ള ഒരു ഫോണായിട്ടും 12 മെഗാ പിക്സലിന്റെ ക്യാമറ മാത്രം ഉണ്ടായിട്ടും ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ 64 മെഗാ പിക്സലിന്റെ ക്യാമറയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് പോക്കോ F1ന്. പക്ഷേ ബെറ്റർ ക്യാമറ ഏതാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി പോക്കോ X2ന്റെ ക്യാമറയാണ് ബെറ്റർ. പക്ഷേ പോക്കോ F1ന്റെ മോശമാണോ? അല്ല. നിങ്ങളുടെ ആവശ്യം വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക എന്നാണെങ്കിൽ പോക്കോ F1ന്റെ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ധാരാളമാണ്. പിന്നെ ഒരു കാര്യം, ഈ പോക്കോ F1ന്റെ കൂടെ കിട്ടുന്ന ക്യാമറ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പ് ശരിക്കും പറഞ്ഞാൽ പോരാ. കാരണം പോക്കോ F1ന്റെ ക്യാമറയുടെ ഫുൾ പൊട്ടൻഷ്യലും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രോ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്പൺ ക്യാമറ ആപ്പ് പോലത്തെ നല്ല കിടിലൻ പ്രോ ക്യാമറ ആപ്പുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പോക്കോ X2 ആയാലും പോക്കോ F1 ആയാലും രണ്ട് ഫോൺസിന്റെയും ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K വീഡിയോസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പോക്കോ X2ൽ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS എടുക്കാൻ പറ്റുമെങ്കിൽ പോക്കോ F1 നിങ്ങൾക്ക് 4K വീഡിയോസ് 30 and 60 FPS എടുക്കാൻ പറ്റും. പോക്കോ X2ൽ ഫുൾ HD+ അതായത് 1080p വീഡിയോസ് 30 and 120 FPS എടുക്കാൻ പറ്റും. 720p വീഡിയോസ് എടുക്കാൻ പറ്റും 960 FPS-ൽ. അതേ സമയത്ത് പോക്കോ F1ൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും 1080p at 30 FPS and 240 FPS. ഇതിലും നിങ്ങൾക്ക് 720p at 960 FPS അതായത് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പോക്കോ X2ൽ നിങ്ങൾക്ക് ഗൈറോസ്കോപ്പ് യൂസ് ചെയ്തുള്ള ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത് 4K-ലാണ്. അതേ സമയത്ത് ഇതേ സെയിം ഫീച്ചർ നിങ്ങൾക്ക് പോക്കോ F1ൽ കിട്ടുന്നത് 1080p വീഡിയോസിലായിരിക്കും. രണ്ട് ഫോണുകളുടെയും സെൽഫി ക്യാമറ വെച്ചെടുത്ത ഫോട്ടോസ് നോക്കിയാൽ ഔട്ട്ഡോർ സെൽഫീസ് കുറച്ചുകൂടെ ബെറ്റർ പോക്കോ X2-ലാണെങ്കിൽ ഇൻഡോർ സെൽഫീസ് കുറച്ചുകൂടെ ബെറ്റർ പോക്കോ F1-ലാണ്. രണ്ട് ഫോണുകളുടെയും സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് ആണ് 1080p at 30 FPS. രണ്ടിലും HDR ഫീച്ചർ ഉണ്ട്. സോ ഫ്രണ്ട് അല്ലെങ്കിൽ സെൽഫി ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ രണ്ട് ഫോൺസിലും ഈക്വലി വിടാൻ പോവുകയാണ്. കാരണം എനിക്ക് വലിയൊരു ഡിഫറൻസ് തോന്നിയില്ല. നിങ്ങൾക്ക് ആ ഡിഫറൻസ് തോന്നിയെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബാറ്ററി. പോക്കോ X2ൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4500 mAh ബാറ്ററി ആണെങ്കിൽ പോക്കോ F1ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4000 mAh ബാറ്ററിയാണ്. സോ ബാറ്ററിയുടെ കാറ്റഗറിയിൽ കുറച്ചുകൂടി വലിയ ബാറ്ററി ഉള്ള പോക്കോ X2 ആണ് വിന്നർ. നെക്സ്റ്റ് കാറ്റഗറിയാണ് പോക്കോ X2 പോക്കോ F1ന്റെ ബാറ്ററീസ് ചാർജ് ചെയ്യാൻ വേണ്ടി ആ ഫോൺസിന്റെ കൂടെ കിട്ടുന്ന ചാർജേഴ്സ്. പോക്കോ X2ന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 27 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോക്കോ F1ന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. നിങ്ങൾക്ക് വെറും 65 മിനിറ്റ് കൊണ്ട് പോക്കോ X2 0 to 100% ചാർജ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് പോക്കോ F1 എടുക്കുന്നത് 117 മിനിറ്റ് ആണ്. സോ ചാർജിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റിലും വിന്നറാണ് പോക്കോ X2.
X2. നെക്സ്റ്റ് കാറ്റഗറിയാണ് രണ്ട് ഫോൺസിന്റെയും ബിൽഡ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. പോക്കോ X2ന്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണെങ്കിൽ പോക്കോ F1ന്റെ ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിൽ ബാക്ക് പോളികാർബണേറ്റ് ആണ്. പോക്കോ X2 കുറച്ചുകൂടെ വെയിറ്റ് ഉള്ള ഫോണാണ്, 208 ഗ്രാം ആണ്. അതേ സമയത്ത് പോക്കോ F1 ആണ് 182 ഗ്രാം. പോക്കോ X2ലുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ അതിന്റെ പവർ ബട്ടന്റെ മേലാണ്, സൈഡിലാണ്. അതേ സമയത്ത് പോക്കോ F1ന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ബാക്കിലാണ്. നോട്ടിഫിക്കേഷൻ LED-നെ കുറിച്ച് സംസാരിച്ചാൽ പോക്കോ X2 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ LED കിട്ടില്ല. അതേ സമയത്ത് പോക്കോ F1ൽ നോട്ടിഫിക്കേഷൻ LED അവൈലബിൾ ആണ്. രണ്ട് ഫോൺസിലും ഹെഡ്ഫോൺ ജാക്സ് ഉണ്ട്, രണ്ട് ഫോൺസിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പോക്കോ X2 ആയാലും പോക്കോ F1 ആയാലും രണ്ടിന്റെയും കൂടെ നിങ്ങൾക്ക് IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. പോക്കോ X2ൽ P2A നാനോ കോട്ടിംഗ് ഉണ്ട്. അതിന്റെ അർത്ഥമാണ് സ്പിൽ റെസിസ്റ്റന്റ് ആണ്, കുറച്ച് വെള്ളം തെറിച്ച് വീണാലും വലിയ പ്രശ്നമൊന്നും വരില്ല. അതേസമയത്ത് പോക്കോ F1ൽ അങ്ങനെ ഒരു കോട്ടിംഗ് ഇല്ല. പോക്കോ X2ന്റെ Antutu 8 സ്കോർ ആണ് 3,02,847. അതേസമയത്ത് പോക്കോ F1ന്റെ ആണ് 3,53,334. Antutu സ്കോർ കണ്ടാൽ തന്നെ അറിയാം കുറച്ചുകൂടി ബെറ്റർ പെർഫോമിംഗ് ഫോണാണ് പോക്കോ F1. രണ്ട് ഫോൺസിന്റെയും PUBG ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കിയാൽ പോക്കോ X2 നിങ്ങൾ കളിക്കാൻ പറ്റുന്നത് സ്മൂത്ത് ഇട്ടാൽ അൾട്രയിലായിരിക്കും, അതായത് 40 FPS. സോ നിങ്ങൾക്ക് പോക്കോ X2 വെച്ച് മാക്സിമം കളിക്കാൻ പറ്റുന്നത് 40 FPS ആണ്. നിങ്ങൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ HD സെലക്ട് ചെയ്താൽ ഹൈയിലായിരിക്കും കളിക്കാൻ പറ്റുന്നത്, അതായത് at 30 FPS. അതേ സമയത്ത് പോക്കോ F1ൽ സുപ്പീരിയർ പ്രൊസസ്സറും സുപ്പീരിയർ GPU ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ഇട്ട് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റുന്നതായിരിക്കും, അതായത് at 60 FPS. അതേ സമയത്ത് ബാലൻസ്ഡ് ആയാലും HD ആയാലും HDR ആയാലും പോക്കോ F1 നിങ്ങൾക്ക് PUBG HDR-ൽ കളിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഈ മൂന്ന് സെറ്റിംഗ്സിലും അൾട്രയിൽ കളിക്കാൻ പറ്റും at 40 FPS. രണ്ട് ഫോൺസും അവരവരുടെ മാക്സിമം ഗ്രാഫിക്സ് സെറ്റിംഗ്സ്, അതായത് പോക്കോ X2ൽ 40 FPS ആണെങ്കിൽ പോക്കോ F1ൽ 60 FPS ആണെങ്കിലും നല്ല സ്മൂത്ത് ഗെയിം പ്ലേ തരുന്നതായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ 60 FPS കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 40 FPS-ലേക്ക് വരുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഡിഫറൻസ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. പോക്കോ X2ൽ നിങ്ങൾക്ക് 120 Hz സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ സ്മൂത്ത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോക്കോ X2 40 FPS ലെവൽ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ GFX ടൂൾ പോലത്തെ എക്സ്റ്റേണൽ ടൂൾ യൂസ് ചെയ്ത് അത് എക്സ്ട്രീമിലേക്ക് മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തുടക്കത്തിലൊക്കെ നല്ല സ്മൂത്ത്നെസ് കിട്ടുമെങ്കിലും നിങ്ങളുടെ പ്രൊസസ്സറിനെ അത് ശരിക്കും ബാധിക്കും. നിങ്ങൾക്ക് പിന്നീട് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും ലാഗും കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ അത്രയ്ക്ക് വലിയൊരു PUBG ഗെയിമർ അല്ല. നിങ്ങൾ ഇടയ്ക്ക് അരമണിക്കൂർ 1 മണിക്കൂർ ആരെങ്കിലും വിളിച്ചറിയിച്ചാൽ നിങ്ങൾ കയറി കളിക്കുമല്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം കളിക്കുന്ന ആളല്ലെങ്കിൽ പോക്കോ X2 മതി. അതേ സമയത്ത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് PUBG കളിക്കുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും 4, 5, 6, 7, 8 മണിക്കൂർ PUBG കളിക്കുന്ന ആളാണെങ്കിൽ പ്രൊഫഷണൽസ് കളിക്കുന്ന പോലെ 60 FPS-ൽ അതായത് എക്സ്ട്രീം സെറ്റിംഗ്സിൽ കളിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ പോക്കോ F1 ആയിരിക്കും നിങ്ങളുടെ ചോയ്സ്. കാരണം തൽക്കാലം നിങ്ങളുടെ കയ്യിൽ ഫ്ലാഗ്ഷിപ്പ് വാങ്ങിക്കാനുള്ള പൈസയില്ല, നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ബഡ്ജറ്റ് 15,000 to 20,000 ആണെങ്കിൽ പോക്കോ F1 ആയിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് പ്രൈസ്. രണ്ട് ഫോണിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 വേരിയൻസ് ആണുള്ളത്. പോക്കോ X2ന്റെ 6GB 64GB പ്രൈസ് ആണ് 15,999 rupees. 6GB 128GB പ്രൈസ് ആണ് 16,999 rupees. 8GB 256GB വേരിയന്റ് ആണ് 19,999 rupees. നിങ്ങൾ ICC ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഇതെല്ലാം വേരിയൻസിൽ നിന്ന് 1000 രൂപ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അതേ സമയത്ത് പോക്കോ F1ന്റെ പ്രൈസിനെ കുറിച്ച് വലിയൊരു കൺഫ്യൂഷൻ ആണ്. കാരണം ഇന്നലെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കിയപ്പോൾ 6GB 64GBയും 6GB 128GB പ്രൈസ് സെയിം ആയിരുന്നു, 14,999 rupees. 8GB 256GB പ്രൈസ് ആയിരുന്നു 16,999 rupees. അതാ ഞാൻ ഇന്ന് കയറി നോക്കിയപ്പം 6GB 64GB പ്രൈസ് ആണ് 19,999 rupees. അതേ സമയത്ത് 6GB 128GB പ്രൈസ് ആണ് 15,999 rupees. 8GB 256GB പ്രൈസ് ആണ് 16,999 rupees. സോ എന്തോ ഒരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിൽ. ഈ കൺഫ്യൂഷന്റെ കാരണം മറ്റൊന്നുമല്ല, പോക്കോ X2ന്റെ ഫ്ലാഷ് സെയിലാണ്. സോ പ്രൈസിന്റെ മേഖലയിൽ ക്ലിയർ വിന്നർ ആണ് പോക്കോ F1. നിങ്ങൾ അതിന്റെ ടോപ്പ് മോഡൽസ് ചെക്ക് ചെയ്താൽ ക്ലിയർ ആയിട്ട് 3,000 rupees-ന് ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഫൈനലി നിങ്ങൾ ഏത് ഫോണാണ് വാങ്ങേണ്ടത്? പോക്കോ X2 വാങ്ങണോ അതോ പോക്കോ F1 വാങ്ങിക്കണം? നിങ്ങൾക്കൊരു ഓൾറൗണ്ടറായ കംപ്ലീറ്റ് ഫോൺ വേണം, അതായത് വലിയൊരു ഡിസ്പ്ലേ കാണും, നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ഉള്ള പ്രൊസസ്സർ ഉണ്ട്, നല്ല ലേറ്റസ്റ്റ് ആയ ക്യാമറ സെൻസർ ഉണ്ട്, അത് മാത്രമല്ല നല്ല ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, വലിയൊരു ബാറ്ററി ഉണ്ട്, നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല PUBG നിങ്ങൾ 40 FPS-ഓടെ കളിച്ചാൽ മതി. അത്രയും പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആളല്ല, ഡീസൻറ്റ് കളിക്കുന്ന ആളാണെങ്കിൽ പോക്കോ X2 ആയിരിക്കും നിങ്ങളുടെ ചോയ്സ്. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് നല്ല പെർഫോമൻസ് വേണം, നിങ്ങൾ നല്ല ഹെവി ഡ്യൂട്ടി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഫോർ എക്സാമ്പിൾ PUBG ഒക്കെ നല്ല ഹൈ റേഞ്ചിൽ കളിക്കുന്ന ആളാണ്, അത് മാത്രമല്ല വീഡിയോ എഡിറ്റിംഗ് പോലത്തെ നല്ല ഹെവി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പോക്കോ F1 ആയിരിക്കും നിങ്ങളുടെ ചോയ്സ്. പിന്നെ ഞാൻ പ്രൈസ് കാറ്റഗറിയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ 3,000 rupees കുറവാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് 2-3 മാസം കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പോക്കോ F1ന്റെ നെക്സ്റ്റ് വെർഷൻ അതായത് പോക്കോ F2 മിക്കവാറും ഇറങ്ങുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് അടിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. പക്ഷേ എന്തായാലും കോമെന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ പോക്കോ X2 വേഴ്സസ് പോക്കോ F1ന്റെ കമ്പാരിസൺ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ മടിക്കേണ്ട. ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള ടെക് വീഡിയോസിന് വേണ്ടി
മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.